SIR സമ്മർദ്ദത്തെ തുടർന്ന് രാജസ്ഥാനിലും ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 സ്വാഗതം. സമ്മർദ്ദത്തെ തുടർന്ന് രാജസ്ഥാനിലും ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. ജയ്പൂരിലെ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ അധ്യാപകൻ മുകേഷ് ജാൻഡിഗാണ് മരിച്ചത്. ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. SIR ജോലികൾ കാരണം താൻ സമ്മർദ്ദത്തിലാണെന്നും സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സസ്പെൻഷൻ ഭീഷണിയുണ്ടെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ്. അധികാരം ഉപയോഗിച്ച് ആക്രമണം നടത്തുക, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം നൽകുക തുടങ്ങിയ 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വധശിക്ഷ. ഡൽഹി സ്ഫോടനാക്രമണത്തിൽ പൊട്ടിത്തെറിച്ചത് വാഹനത്തിൽ ഘടിപ്പിച്ച IED എന്ന് സ്ഥിരീകരിച്ച് NIA. ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നുവെന്നും കാറിൽ കൊണ്ടുപോകവേ ബോംബ് പൊട്ടിത്തെറിച്ചെന്നുമാണ് കണ്ടെത്തൽ. രാജ്യത്തുള്ള ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനായി NIA പരിശോധന വ്യാപിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും കോൺഗ്രസ് വേദിയിൽ. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ പങ്കെടുത്തത്. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തിരുന്നു. മദീനയിൽ ഉംറ ബസ് കത്തി 40ഓളം പേർ മരിച്ചു. മക്കയിൽ നിന്നും പുറപ്പെട്ട ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. 43 ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. മരിച്ചവരിൽ 20 പേർ സ്ത്രീകളും 11 പേർ കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ ബാംഗ്ലൂരു സ്വദേശിനിയായ 57കാരിക്ക് 32 കോടി രൂപ നഷ്ടം. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സ്ത്രീക്കാണ് മാസങ്ങൾക്കിടെ പല തവണകളായി പണം നഷ്ടമായത്. 187 തവണ നടന്ന ഇടപാടുകളിലാണ് അവർക്ക് 31.83 കോടി രൂപ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് SITയുടെ നിർണായക പരിശോധന. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണപ്പാളികൾ ഇളക്കിയാണ് പരിശോധന. ഇവിടുന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. ആലപ്പുഴയിൽ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ബൂത്ത് പ്രസിഡന്റ് C ജയപ്രദീപ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. പഞ്ചായത്തിലെ വാർഡ് 19 സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം ജയപ്രദീപിന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് നേതൃത്വം നിലപാട് മാറ്റുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറിയിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് 20ഓളം പ്രാദേശിക ഭാരവാഹികൾ രാജിവെച്ചു. പല സീറ്റുകളിൽ വിമതരും രംഗത്തെത്തുമെന്നാണ് സൂചന. BJP പ്രവർത്തകനായിരുന്ന CR സുജിത്ത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി വ്യക്തമാക്കിയാണ് R സുജിത്തിന്റെ രാജി. ബീഹാറിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ കലഹം തുടരുന്നു. ലാലു പ്രസാദിന്റെ 3 പെൺമക്കൾ കൂടി മകനും RJD നേതാവുമായ തേജസ്വി യാദവിനെ വിമർശിച്ച് വീട്ടിൽ നിന്നും മാറി. ഇവർ കടുത്ത മാനസിക അസ്വസ്ഥതയിലായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.